സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി 5 പേരെ IG റാങ്കിലേക്ക് ഉയർത്തി. പുട്ട വിമലാദിത്യ, അജിത ബീഗം, ആർ നിശാന്തിനി, എസ് സതീഷ് വിനോ, രാഹുൽ ആർ നായർ എന്നിവർക്കാണ് IG-മാരായി സ്ഥാനക്കയറ്റം നൽകിയത്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് സ്പർജൻ കുമാറിനെ ദക്ഷിണ മേഖല IG ആയി നിയമിച്ചു. ശ്യാം സുന്ദറിനെ ഇന്റലിജൻസ് IG ആയി നിയമിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും മാറ്റമുണ്ട്. കെ കാർത്തിക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാകും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഗുരുതരമായ ചികിത്സാ പിഴവ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ കാലിൽ തറഞ്ഞു കയറിയ ചില്ല് നീക്കം ചെയ്യാതെ മുറിവ് തുന്നിക്കെട്ടി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 19-ാം വാർഡ് കൊച്ചുപറമ്പ് വീട്ടിൽ അനന്തുവാണ് 5 മാസത്തോളം കാലിലെ ചില്ലുമായി കഠിനവേദന അനുഭവിച്ചത്. ഒടുവിൽ പുന്നപ്രയിലെ സഹകരണ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് 1.5 ഇഞ്ച് നീളമുള്ള ഫൈബർ ചില്ല് പുറത്തെടുത്തത്. കഴിഞ്ഞ ജൂലൈ 17-ന് രാത്രി വളഞ്ഞ വഴിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് അനന്തുവിന് പരിക്കേറ്റത്. മലപ്പുറം വാളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. പരിശോധനയിൽ മദ്യവും പണവും പിടിച്ചെടുത്തു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്നാണ് 1970 രൂപ പിടിച്ചെടുത്തത്. കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ 11,500 രൂപയും കണ്ടെത്തി. ഓഫീസിനകത്തെ മേശയിൽ നിന്ന് പാതി ഉപയോഗിച്ച നിലയിൽ കുപ്പിയിലുള്ള മദ്യം എന്നിവ വിജിലൻസ് പിടിച്ചെടുത്തു. ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. സേവനത്തിനായി എത്തുന്നവരിൽ നിന്ന് കൈക്കൂലി ഈടാക്കുന്നതായും പരാതി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ മലപ്പുറം വിജിലൻസിനും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച 8ാം ശമ്പള കമ്മീഷൻ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ട്. 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതോടെ സർവീസിലുള്ളവരുടെയും വിരമിച്ചവരുമായ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷനുകൾ, അലവൻസുകൾ, ശമ്പളം എന്നിവയിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാകും. ശമ്പള വർധനവിനൊപ്പം പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കി കമ്മീഷൻ ഡിയർനെസ് അലവൻസ് ക്രമീകരിക്കും. മലപ്പുറത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകനും മുങ്ങി മരിച്ചു. മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം സ്വദേശിയും പടിഞ്ഞാറ്റുമുറിയിലെ താമസക്കാരിയുമായ സിബിന, മകൻ മുഹമ്മദ് സിയാൻ എന്നിവരാണ് മരിച്ചത്. പടിഞ്ഞാറ്റുമുറിയിലെ പനമ്പറ്റക്കടവിലാണ് അപകടമുണ്ടായത്. സിബിനയും 3 മക്കളും ബന്ധുവുമടക്കം 5 പേരാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയത്. 5 പേരും അപകടത്തിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി 3 പേരെ രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും സിബിനയും മകൻ സിയാനും പുഴയിൽ മുങ്ങിപ്പോവുകയായിരുന്നു.